മൈ നെയിംസ് അമാന്ത. എൻ്റെ പേര് അമാന്ത എന്നാണ്. ഐ ആം 35 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 35 വയസ്സാണ് പ്രായം. ഐ ആം മാരീഡ്. ഞാൻ വിവാഹിതയാണ്. മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് എൽവിസ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് എൽവിസ് എന്നാണ്. ഹീ ഈസ് 39 ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് 39 വയസ്സാണ് പ്രായം. വി ഹാവ് ബീൻ മാരീഡ് ഫോർ 10 ഇയേഴ്സ്. 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ വിവാഹിതരാണ്. വി ഹാവ് എ സൺ. ഞങ്ങൾക്കൊരു മകനുണ്ട്. ഹിസ് നെയിംസ് ലുക്കാസ്. അവൻ്റെ പേര് ലുക്കാസ് എന്നാണ്. ഹീസ് 9 ഇയേഴ്സ് ഓൾഡ്. അവന് 9 വയസ്സാണ് പ്രായം. വെൻ ഐ മാരീഡ് മൈ ഹസ്ബൻഡ് എൽവിസ്. എൻ്റെ ഭർത്താവ് എൽവിഷിനെ ഞാൻ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് ഹീ ഹാഡ് നത്തിങ്. അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു. ഹീ ഹാഡ് 1 ബാഗ് ഓഫ് ക്ലോത്ത്സ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു സഞ്ചി വസ്ത്രങ്ങളായിരുന്നു. നോ കാർ, നോ ഹൗസ്, നോ മണി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കാർ ഇല്ലായിരുന്നു, വീടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ പണവും ഇല്ലായിരുന്നു. പക്ഷേ ഐ ലവ്ഡ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. വി റെൻറ്റഡ് സ്മോൾ അപ്പാർട്ട്മെൻറ്റ്സ്. ഞങ്ങൾ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളിൽ വാടകയ്ക്ക് താമസിച്ചു. വി സ്ട്രഗിൾഡ്. ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു. ലൈഫ് വാസ് ഹാർഡ്. ജീവിതം ബുദ്ധിമുട്ടായിരുന്നു. ഐ വർക്ക്ഡ് അലോട്ട്. ഞാൻ ഒരുപാട് ജോലി ചെയ്തു. ഐ സ്റ്റഡിഡ് അലോട്ട്. ഞാൻ ഒരുപാട് പഠിച്ചു. ഐ നെവർ ഗെയ്വ് അപ്പ്. ഞാൻ ഒരിക്കലും കീഴടങ്ങിയില്ല, ഉപേക്ഷിച്ചില്ല. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് വർഷത്തോളമായിട്ടുള്ള കഠിന പ്രയത്നത്തിന് ശേഷം ഐ ഗോട്ട് എ ഗുഡ് ജോബ്. എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. ഗോട്ട് എന്ന് വെച്ചാൽ ലഭിച്ചു. ഐ ഏൺ $8,000 എ മന്ത് നൗ. ഐ ഏൺ ഞാൻ സമ്പാദിക്കുന്നു. $8,000 $8,000 എ മന്ത് നൗ. ഇപ്പോൾ ഞാൻ ഒരു മാസം $8,000 സമ്പാദിക്കുന്നു. 5 ഇയേഴ്സ് എഗോ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഐ ബോട്ട് ഞാൻ വാങ്ങിച്ചു. എ ഹൗസ് ഒരു വീട് വാങ്ങിച്ചു. വിത്ത് എ ലോൺ ഒരു ലോൺ എടുത്തുകൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീട് വാങ്ങിച്ചു. ബൈ എന്നാൽ വാങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. ലേറ്റർ ശേഷം, അതിനുശേഷം ഐ ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങിച്ചു. അവർ ലൈഫ് ഞങ്ങളുടെ ജീവിതം ബിക്കെയിം ബെറ്റർ നല്ലതായി തീർന്നു. ബിക്കം എന്നാൽ ആയിത്തീരുക, ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. എന്നാൽ എൽവിസ് ഡിഡ് നോട്ട് ചേഞ്ച്. എൽവിഷ് മാറിയില്ല. ഹി വർക്ക്സ് അദ്ദേഹം ജോലി ചെയ്യുന്നു ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. സം മന്ത്സ് ഹി ഹാസ് എ ജോബ്. ചില മാസങ്ങളിൽ അദ്ദേഹത്തിന് ജോലിയുണ്ട്. സം മന്ത്സ് ചില മാസങ്ങളിൽ ഹി ഡസ് നോട്ട് അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹത്തിന് ജോലിയില്ല. ഹി ഏൺസ് അദ്ദേഹം സമ്പാദിക്കുന്നു $4,500 വെൻ ഹി വർക്ക്സ്. വെൻ ഹി വർക്ക്സ് എന്നാൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത്. $4,500 അദ്ദേഹം സമ്പാദിക്കുന്നു അദ്ദേഹത്തിന് ജോലിയുള്ള സമയത്ത്. വെൻ ഹി ഡസ് നോട്ട് വർക്ക് അദ്ദേഹം ജോലി ചെയ്യാത്ത സമയത്ത് ഹി ഏൺസ് നത്തിങ് അദ്ദേഹം ഒന്നും സമ്പാദിക്കുന്നില്ല. അദ്ദേഹത്തിന് ജോലിയുള്ള സമയത്ത് അദ്ദേഹം $4,500 സമ്പാദിക്കും. അദ്ദേഹത്തിന് ജോലി ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഒന്നും സമ്പാദിക്കുന്നില്ല. ഹി ഏൺസ് നത്തിങ്. ഏൺ എന്നാൽ സമ്പാദിക്കുക, നത്തിങ് എന്നാൽ ഒന്നുമില്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേഴ്സ്റ്റ് പാർട്ട്. വേഴ്സ്റ്റ് എന്നാൽ അർത്ഥം മോശമായ എന്നുള്ള അർത്ഥമാണ്, ഗുണം കുറഞ്ഞ. അതൊന്നുമല്ല ഏറ്റവും മോശമായ കാര്യം. എൽവിൻ ഡസ് നോട്ട് കെയർ എബൌട്ട് മീ. കെയർ എന്നാൽ പരിഗണിക്കുക എന്നുള്ള അർത്ഥമാണ്. എൽവിൻ എനിക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല. എൽവിൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെയാണ് അർത്ഥം. എൽവിൻ ഡസ് നോട്ട് കെയർ എബൌട്ട് മീ. ഹി ഡസ് നോട്ട് കെയർ എബൌട്ട് അവർ സൺ. അദ്ദേഹം ഞങ്ങളുടെ മകനെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, അവനും അദ്ദേഹം ഒരു പരിഗണനയും നൽകുന്നില്ല. ഹി ഡസ് നോട്ട് സേവ് മണി. അദ്ദേഹം പണം സ്വരൂപിക്കുന്നില്ല. അദ്ദേഹം സേവ് എന്നാൽ പണം മിച്ചം വയ്ക്കുക, അദ്ദേഹം പണം മിച്ചം വയ്ക്കുന്നില്ല. വെൻ ഹി ഹാസ് മണി അദ്ദേഹത്തിൻ്റെ പക്കൽ പണമുള്ള സമയത്ത് ഹി സ്പെൻസ് അദ്ദേഹം ഹി സ്പെൻസ് ഇറ്റ്. സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുക, അദ്ദേഹം അത് ചിലവഴിക്കുന്ന പണം ചിലവഴിക്കുന്നത് ഓൺ അതർ വിമൻ
വിമൻ എന്നാൽ സ്ത്രീകൾ, അതർ വിമൻ എന്നാൽ മറ്റുള്ള സ്ത്രീകൾ. മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പണം ചിലവഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ പണമുള്ള സമയത്ത്. ഹീസ് പൊളൈറ്റ്, അദ്ദേഹം മര്യാദയോടുകൂടെ പെരുമാറുന്നവനാണ്. ഹി റെസ്പെക്ട്സ് അതർ പീപ്പിൾ, മറ്റുള്ളവരോട് അദ്ദേഹം ബഹുമാനത്തോടെ പെരുമാറുന്നു. അദ്ദേഹം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. ബട്ട് ഔട്ട്സൈഡ്, പുറത്ത്, ഹീസ് ഡിഫറെൻറ്റ്, പുറത്ത് അദ്ദേഹം വ്യത്യസ്തനാണ്. ഹി ഗോസ് ടു ഹോട്ടൽസ്, അദ്ദേഹം ഹോട്ടലുകളിലേക്ക് പോകുന്നു. വിത്ത് വിമൻ, സ്ത്രീകളുടെ കൂടെ അദ്ദേഹം ഹോട്ടലുകളിലേക്ക് പോകുന്നു. ഹി സ്പെൻഡ്സ്, അദ്ദേഹം ചിലവഴിക്കുന്നു. അവർ മണി, ഞങ്ങളുടെ പണം. ഓൺ ദം, അവർക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളുടെ പണം ചിലവഴിക്കുന്നു. ഹി ഡസ് നോട്ട് തിങ്ക്, അദ്ദേഹം ചിന്തിക്കുന്നില്ല. എബൌട്ട് ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഐ വർക്ക് ഹാർഡ്, ഞാൻ കഠിനമായി ജോലി ചെയ്തു. ടു ബൈ അവർ ഹൗസ്, ഞങ്ങളുടെ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഠിനമായി ജോലി ചെയ്തു. ഐ വർക്ക് ഹാർഡ്, ഞാൻ കഠിനമായി ജോലി ചെയ്തു. ടു ബൈ അവർ കാർ, ഞങ്ങളുടെ കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഠിനമായി ജോലി ചെയ്തു. ഐ ബിൽറ്റ് അവർ ലൈഫ്, ബിൽഡ് എന്നാൽ നിർമ്മിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ബിൽറ്റ്, നിർമ്മിച്ചു. ഞങ്ങളുടെ ജീവിതം ഞാൻ പടുത്തുയർത്തി. ഐ ബിൽറ്റ് അവർ ലൈഫ്. ബട്ട് എന്നാൽ എൽവിൻ ഡസ് നോട്ട് കെയർ, പക്ഷേ എൽവിന് ഒരു വിലയുമില്ല. എൽവിന് അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഹിസ് മദർ, അദ്ദേഹത്തിൻ്റെ അമ്മ, ഡസ് നോട്ട് സപ്പോർട്ട് മീ, അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ പിന്തുണയ്ക്കുന്നില്ല, കൂടെ നിൽക്കുന്നില്ല. ഷീ സേയ്സ്, അവൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നു, യു ഹാവ് എ ജോബ്, നിനക്കൊരു ജോലിയുണ്ട്. യു ഹാവ് മണി, നിൻ്റെ പക്കൽ പണമുണ്ട്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എന്ന ഉത്തരവാദിത്വം, ഇത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ടു ടേക്ക് കെയർ ഓഫ് ഹിം, അവനെ പരിചരിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. നിനക്ക് ജോലിയുണ്ട്, നിൻ്റെ പക്കൽ പണമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്. ഷീ ടെൽസ് ഹിം, അവൾ, അദ്ദേഹത്തിൻ്റെ അമ്മ, ടെൽസ് ഹിം, അദ്ദേഹത്തോട്, ഭർത്താവിനോട് പറയുന്നു, യുവർ വൈഫ് ഹാസ് എ ഗുഡ് ജോബ്, നിൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു ജോലിയുണ്ട്. ഷീ മസ്റ്റ് ബൈ ദ ഫുഡ്, ഷീ മസ്റ്റ് ബൈ, അവൾ തീർച്ചയായും വാങ്ങണം. ദ ഫുഡ്, ഭക്ഷണം, കഴിക്കാനുള്ള ഭക്ഷണം അവൾ തീർച്ചയായും വാങ്ങിക്കണം. ഷീ മസ്റ്റ് പേ ദ ബിൽസ്, ബില്ലുകൾ തീർച്ചയായും അവൾ അടക്കണം. ഷീ മസ്റ്റ് ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്, എവറിത്തിങ് എന്നാൽ എല്ലാം, അവൾ തന്നെ എല്ലാം നോക്കി നടത്തണം. അവൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം അവൾക്കാണ്. അമ്മ അവനോട് പറയുന്നു, ഭർത്താവിനോട്. ഷീ ഓൾസോ സേയ്സ്, അവൾ, അമ്മ ഇതുകൂടെ പറയുന്നു, ഇഫ് അമാന്ത ഗെറ്റ്സ് എ പ്രൊമോഷൻ, അമാന്തക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ, ഇഫ് അമാന്ത ഗെറ്റ്സ് എ പ്രൊമോഷൻ അമാന്തക്ക് ലഭിക്കുകയാണെങ്കിൽ, മേ ബി, ഒരു പക്ഷേ, ഷീ ഹാസ് എ മാൻ അറ്റ് വർക്ക്, ഒരു പക്ഷേ അവൾക്ക് ജോലി സ്ഥലത്ത് ഒരു പുരുഷൻ ഉണ്ടായേക്കാം. അമാന്തക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ. ഇതും അമ്മ പറയാറുണ്ടായിരുന്നു. ഷീ ടെൽസ് മൈ സൺ ബാഡ് തിങ്സ് അബൌട്ട് മീ, ഷീ ടെൽസ്, അവൾ, അമ്മ, ഭർത്താവിൻ്റെ അമ്മ പറയുന്നു, മൈ സൺ, എൻ്റെ മകനോട്, ബാഡ് തിങ്സ്, മോശപ്പെട്ട കാര്യങ്ങൾ, എബൌട്ട് മീ, എന്നെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മകനോട് അമ്മ പറയാറുണ്ട്. മൈ സൺ ഈസ് കൺഫ്യൂസ്ഡ്, എൻ്റെ മകൻ ആശയക്കുഴപ്പത്തിലാണ്. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അവന് മനസ്സിലാകുന്നില്ല. ഐ ഫൈറ്റ് വിത്ത് എൽവിസ് എവറി ഡേ, എല്ലാ ദിവസവും എൽവിസിനോട് ഞാൻ വഴക്കിടുന്നു. 5 months ago, 5 മാസങ്ങൾക്ക് മുമ്പ്. ഹി മെറ്റ്, അദ്ദേഹം കണ്ടുമുട്ടി. എ വുമൺ, അദ്ദേഹം 5 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ഹി മെറ്റ് എ വുമൺ. ഷീസ് ഓൾഡർ ദാൻ ഹിം, അവൾക്ക് അദ്ദേഹത്തിനെക്കാട്ടിലും പ്രായമുണ്ട്. ഷീസ് ഓൾഡർ ദാൻ ഹിം, അദ്ദേഹത്തെക്കാൾ അവൾക്ക് പ്രായമുണ്ട്. ഷീസ് റിച്ച്, അവൾ സമ്പന്നയാണ്. ഹി ടോൾഡ് മീ, ഭർത്താവ് എന്നോട് പറഞ്ഞു, ലീവ് ദ ഹൗസ്, ഈ വീട് വിട്ടുപോകുക. യു ക്യാൻ ബ്രിങ് അനദർ മാൻ ഹിയർ, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അനദർ എന്നാൽ മറ്റൊരു. ഐ ഡോണ്ട് കെയർ എന്നാൽ എനിക്ക് പ്രശ്നമില്ല. ഇവിടെ മറ്റൊരു പുരുഷനെ കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല. ദെൻ ഹീ ലെഫ്റ്റ്, ശേഷം അദ്ദേഹം അവിടം വിട്ടു പോയി. നൗ, ഇപ്പോൾ, ഹീ വാണ്ട്സ് ടു കം ബാക്ക്, ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരണം.
ഹി സേയ്സ് അദ്ദേഹം പറയുന്നു, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഞാനൊരു തെറ്റു ചെയ്തു. ഐ എം സോറി എനിക്ക് മാപ്പ്. പ്ലീസ് ഫോർഗീവ് മീ എനിക്ക് മാപ്പ് തരൂ. ഫോർഗീവ് എന്നാൽ മാപ്പ് നൽകുക. പ്ലീസ് ഫോർഗീവ് മീ എനിക്ക് ദയവായി മാപ്പ് നൽകൂ. ബട്ട് പക്ഷേ ഐ റിമെമ്പർ എവരിത്തിങ് ഞാൻ എല്ലാം ഓർമ്മിക്കുന്നു. ഐ റിമെമ്പർ എന്നാൽ ഞാൻ ഓർമ്മിക്കുന്നു. എവരിത്തിങ് എല്ലാ കാര്യങ്ങളും ഞാൻ പക്ഷേ ഓർമ്മിക്കുന്നു. ഐ വർക്ക്ഡ് ഹാർഡ് ഞാൻ കഠിനമായി ജോലി ചെയ്തു. ഐ ഡിഡ് എവരിത്തിങ് ഞാൻ എല്ലാം ചെയ്തു. ആൻഡ് ഹീ ഓൺലി ഗേവ് മീ പെയിൻ അദ്ദേഹം എനിക്ക് വേദന മാത്രമാണ് നൽകിയത്. ഐ ഡോണ്ട് നോ എനിക്കറിയുകയില്ല. വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുകയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുകയില്ല. ഐ ലുക്ക് അറ്റ് മൈ സൺ ഞാൻ എൻ്റെ മകനെ നോക്കുന്നു. ഹീസ് ഇന്നസെൻറ്റ് അവൻ നിഷ്കളങ്കനാണ്. ഇന്നസെൻ്റ് എന്നാൽ നിഷ്കളങ്കനായ. അവൻ നിഷ്കളങ്കനാണ്. ഹീ നീഡ്സ് എ ഫാദർ അവനൊരു അച്ഛനെ വേണം. ബട്ട് പക്ഷേ ഡസ് ഹീ നീഡ് ദിസ് കൈൻഡ് ഓഫ് ഫാദർ ദിസ് കൈൻഡ് ഓഫ് എന്നാൽ ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു അച്ഛനെ അവന് ആവശ്യമുണ്ടോ? ഐ സിറ്റ് ഇൻ മൈ റൂം ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുന്നു. ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു. ഐ ക്യാൻ ലിവ് അലോൺ അലോൺ എന്നാൽ തനിച്ച് എനിക്ക് തനിച്ച് ജീവിക്കാൻ സാധിക്കും. ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ഐ ക്യാൻ ലിവ് അലോൺ. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സൺ എനിക്ക് എൻ്റെ മകനെ പരിചരിക്കാൻ സാധിക്കും. ഐ ഡു നോട്ട് നീഡ് എ മാൻ എനിക്കൊരു പുരുഷനെ വേണ്ട. ഹൂ അദ്ദേഹം ഹൂ ഡസ് നോട്ട് റെസ്പെക്റ്റ് മീ എന്നെ ബഹുമാനിക്കാത്ത ഒരു പുരുഷനെ എനിക്ക് ആവശ്യമില്ല. ഐ ടേക്ക് എ ഡീപ്പ് ബ്രത്ത് എന്നാൽ ശ്വാസം ഞാൻ ദീർഘശ്വാസം എടുക്കുന്നു. ഐ സ്റ്റാൻഡ് അപ്പ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഐ നോ മൈ ഡിസിഷൻ നൗ എൻ്റെ തീരുമാനം ഇപ്പോൾ ഞാനാണ് എടുക്കുന്നത്. എൻ്റെ തീരുമാനം എനിക്ക് വ്യക്തമാണ്. ഞാനാണ് എടുക്കുന്നത്. ഐ വിൽ ചൂസ് മൈസെൽഫ് ചൂസ് എന്നാൽ തിരഞ്ഞെടുക്കുക തീരുമാനമെടുക്കുക അതാണ് അർത്ഥം. ഞാൻ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സൺ എന്നാൽ എനിക്ക് എൻ്റെ മകനെ നോക്കാൻ എനിക്ക് സാധിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഐ ഡു നോട്ട് നീഡ് എ മാൻ എനിക്കൊരു പുരുഷനെ ആവശ്യമില്ല. ഹൂ ഡസ് നോട്ട് റെസ്പെക്റ്റ് മീ എന്നെ ബഹുമാനിക്കാത്ത ഒരു പുരുഷനെ എനിക്ക് ആവശ്യമില്ല. ഐ ടേക്ക് ഡീപ്പ് ബ്രത്ത് ഞാൻ ദീർഘശ്വാസം എടുക്കുന്നു. അതായത് ഈ പ്രവൃത്തി ഒരു മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ധൈര്യം സമ്പാദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആഴത്തിലുള്ള ശ്വാസം എടുക്കുന്നത്. ഐ സ്റ്റാൻഡ് അപ്പ് അതായത് ജീവിതത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കാൻ എനിക്ക് സാധിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ നോ മൈ ഡിസിഷൻസ് എന്നാൽ തീരുമാനങ്ങൾ. ഇപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ എനിക്ക് വ്യക്തമാണ്. ഞാനാണ് തീരുമാനങ്ങൾ ഉറപ്പിക്കുന്നത്. ഐ വിൽ ചൂസ് മൈസെൽഫ് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം സന്തോഷവും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്താതെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടും ബഹുമാനത്തിന് ഞാൻ മുൻഗണന നൽകുന്നു എന്നാണ് അർത്ഥം. ഓൾവേസ് റെസ്പെക്റ്റ് എപ്പോഴും ബഹുമാനിക്കുക. യുവർ സെൽഫ് എപ്പോഴും നിങ്ങളെ ബഹുമാനിക്കുക. ആൻഡ് നെവർ സ്റ്റേ എന്നാൽ നിൽക്കുക ഒരിക്കലും നിൽക്കരുത്. വിത്ത് സമ്മൺ ഒരാളുടെ കൂടെ എങ്ങനത്തെ വ്യക്തിയുടെ കൂടെ ഹൂ അദ്ദേഹം ഡസ് നോട്ട് വാല്യൂ എന്നാൽ മൂല്യം കൽപ്പിക്കുക വില കൽപ്പിക്കുക. എപ്പോഴും നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങളെ വിലമതിക്കാത്ത നിങ്ങൾക്ക് പരിഗണന തരാത്ത നിങ്ങളെ വില വയ്ക്കാത്ത ഒരാളോടൊപ്പം ഒരിക്കലും നിങ്ങൾ തുടരാൻ പാടില്ല. അതാണ് അർത്ഥമാക്കുന്നത്. എപ്പോഴും സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുക. നിങ്ങളെ പരിഗണിക്കാത്ത നിങ്ങളെ വില കൽപ്പിക്കാത്ത ഒരാളോടൊപ്പം ഒരിക്കലും ജീവിക്കരുത്. ഓൾവേസ് എന്നാൽ എപ്പോഴും. റെസ്പെക്റ്റ് യുവർ സെൽഫ് എന്നാൽ സ്വയം ബഹുമാനിക്കുക ആത്മാഭിമാനം സൂക്ഷിക്കുക ഇതൊക്കെയാണ് അർത്ഥം. നെവർ സ്റ്റേ വിത്ത് എന്നാൽ ഒരിക്കലും കൂടെ നിൽക്കരുത് തുടരരുത്. സമ്മൺ എന്നാൽ ഒരു വ്യക്തി. സമ്മൺ ഹൂ ഡസ് നോട്ട് വാല്യൂ യു നിങ്ങളെ വിലമതിക്കാത്ത ഒരാൾ എന്നുള്ള അർത്ഥമാണ്.